Greet you all in the matchless name of our Lord and Savior Jesus Christ this evening. It's a great privilege in our lives to gather in the presence of God once again to study from the book of Revelation. And as we are about to go into Revelation chapter 6, let me just remind you about the previous lessons that last week we learned. So in the previous class, we've been discussing from Revelation chapter 6, verses 1 to 8. And we know that in his vision, John was watching about the future events that is going to happen during the Great Tribulation time on the earth. So he saw the Lamb, or Jesus Christ, the Lamb, breaks each seal. ഓരോ മുദ്രകളും ഈ കർത്താവായ യേശുക്രിസ്തു ആകുന്ന കുഞ്ഞാട് പൊട്ടിക്കുന്നതായിട്ട് നമ്മൾ ആ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആൻഡ് ഹി എക്സ്പ്ലെയിൻസ് അബൌട്ട് വാട്ട് എ ഡേഞ്ചറസ് തിങ്സ് ആർ ഗോയിങ് ടു ഹാപ്പൻ വെൻ ജീസസ് ഓപ്പൺസ് ഈച്ച് സീൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നതായ തൻ്റെ ദർശനത്തിനകത്ത് ഓരോരോ മുദ്രകളും പൊട്ടിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് ഗ്രേറ്റ് ട്രിബുലേഷൻ ടൈമിൽ സംഭവിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവനാമത്തിനും മഹത്വത്തിനു വേണ്ടി ജീവിക്കുന്ന നാം ആരും ആ ഗ്രേറ്റ് ട്രിബുലേഷൻ സമയത്ത് ഈ ഭൂമിയിൽ ഉണ്ടാകയില്ല എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. എന്നാൽ അതേസമയം നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നത് മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളല്ലാതെ നമുക്ക് അനുഭവിക്കാനുള്ളതല്ലത് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ആ സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്നത്. സോ we already learned about the first, second, third and fourth seal and also its explanations. So now let's continue the study of breaking the seals. Let's read chapter 6, Revelation chapter 6 verses 7 and 8. Revelation chapter 6 verses 7 and 8. When the Lamb opened the fourth seal, I heard the voice of the fourth living creature say, "Come." I looked, and there before me was a pale horse. Its rider was named Death, and Hades was following close behind him. They were given power over a fourth of the earth to kill by sword, famine, and plague, and by the wild beasts of the earth. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. Okay, so tonight we are continuing the same topic like the fourth seal and how it was opened and what are the things that Apostle John was watching in his vision. So here in chapter 6 verses 7 and 8 we read, the death and Hades got authority to kill the people with 4 kinds of weapons. ഒരു 4 വിധത്തിലുള്ളതായിരിക്കുന്ന ആയുധങ്ങളുമായിട്ട് ആളുകളെ കൊല്ലുവാനുള്ളതായിരിക്കുന്ന അധികാരം പ്രാപിച്ചതായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. And also about these 4 weapons we read in the Old Testament books also. Like, how does it work? Or what is going to be the effect of these weapons? ഈ ആയുധങ്ങളുടെ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കുന്ന കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എസെക്കിയേലിന്റെ പുസ്തകത്തിലൂടെ നമ്മൾ പോകണം. സോ ദീസ് 4 weapons are already mentioned in Old Testament in the book of Ezekiel chapter 14 verse 21. എസെക്കിയേലിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. When Prophet Ezekiel was prophesying about the 4 upcoming judgments which was about to come upon Jerusalem because of their idolatry. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. Ezekiel chapter 14 verse 21. For this is what the sovereign Lord says, how much worse will it be when I send against Jerusalem my 4 dreadful judgments, sword and famine and wild beasts and plague, to kill its men and their animals. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരുശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ.
Okay, so I told you in Revelation chapter 6, verses 7 and 8, we see the four weapons are mentioned there. At the same time, in the Old Testament also, prophet Ezekiel also was prophesying about the four upcoming judgments which was about to come upon Jerusalem. There is a reason for that, because of their idolatry. So the same thing is going to happen during the time of the Great Tribulation, because the people, those who are left, back, or the people, those who were not able to go with Jesus Christ at the rapture, the people, those who are living during that time, they will be engaged with many other idolatry or other sinful natures and sinful desires. So that is the reason that God is sending his judgment upon those people, those who are on this earth. So not only in these verses, but also in some other Old Testament verses also, we see about the same weapons of God's judgment. For example, the same thing is written in 2 Chronicles chapter 20, verse 8. The first thing is word. വാളിനെ കുറിച്ചാണ് ഒന്നാമതായിട്ട് ഈ റെവലേഷൻ ചാപ്റ്റർ 6 പറയുന്നത്. വാള് ദൈവം അയക്കുന്നതായിട്ട്. അതായത് സെയിം തിങ് എവിടെയുണ്ട്? 2 Chronicles chapter 20, verse 8. വായിക്കാമോ? 2 Chronicles chapter 20, verse 8. They have lived in it and have built in it a sanctuary for your name, saying, if calamity comes upon us, whether the sword of judgment or plague or famine, we will stand in your presence before this temple that bears your name and will cry out to you in our distress, and you will hear us and save us. ഓക്കെ, നമ്മളിത് വായിക്കുമ്പോൾ ആ വേർഡ്, ഫാമിൻ, പെസ്റ്റിലൻസ് അങ്ങനെയുള്ള വാക്കുകൾ വരുന്നിടം വരെ വായിച്ചാൽ മതി. അതിനുശേഷമുള്ള നമ്മൾ വായിക്കേണ്ടത് ജസ്റ്റ് ആ വാക്കുകൾ അവിടെ ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. പെട്ടെന്ന് വായിച്ചു പോകാം. സോ 2 Chronicles chapter 20, verse 8 മലയാളത്തിൽ വായിക്കും. അവർ അതിൽ പാർത്തു, ന്യായവിധിയുടെ വാൾ, മഹാമാരി, ഓക്കെ, ന്യായവിധിയുടെ വാൾ. അഗൈൻ ദ സെക്കൻഡ് വൺ ഈസ് ഫാമിൻ, ക്ഷാമം. Jeremiah chapter 14, verse 12. Jeremiah chapter 14, verse 12. Although they fast, I will not listen to their cry. Though they offer burnt offerings and grain offerings, I will not accept them. Instead, I will destroy them with sword, famine, and plague. അവർ ഉപവസിക്കുമ്പോൾ ഞാൻ അവരുടെ നിലവിളി കേൾക്കുകയില്ല. അവർ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുമ്പോൾ ഞാൻ അവയിൽ പ്രസാദിക്കുകയില്ല. ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും ഒടിച്ചു കളയുമെന്ന് അരുളി ചെയ്തു. Okay, so when you read these verses, we need to understand there is a reason then why God has decided to send judgment upon these people. And the third one is Jeremiah chapter 44, verse 13. അവിടെ കാണാൻ സാധിക്കുന്ന പെസ്റ്റിലൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മഹാമാരിയെ കുറിച്ചാണ് അവിടെ കാണാൻ സാധിക്കും. വായിക്കാം. Jeremiah chapter 44, verse 13. Yeah. I will punish those who live in Egypt with the sword, famine, and plague as I punished Jerusalem. ഞാൻ യെരുശലേമിനെ സന്ദർശിച്ചതുപോലെ മിസ്രയീം ദേശത്ത് പാർക്കുന്നവരെയും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കും. Okay, so മഹാമാരി, pestilence. And the fourth one is the wild beasts of the earth. അതായത് എന്താണ്? കാട്ടുമൃഗങ്ങളെ കൊണ്ടുള്ള, ഭൂമിയിലുള്ളതായിരിക്കുന്ന കാട്ടുമൃഗങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു ഉപദ്രവവും ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. Ezekiel chapter 14, verse 15. Ezekiel chapter 14, verse 15. Or if I send wild beasts through that country. അത്ര മതിയോ പാസ്റ്റർ? മതി. ഞാൻ ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് വരുത്തുകയും ആ മൃഗങ്ങളെ പേടിച്ച് ആരും വഴി പോകാതെ വണ്ണം അവ അതിനെ നിർജ്ജനമാക്കിയിട്ട് അത് ശൂന്യമാകുകയും ചെയ്താൽ. ഓക്കെ, കാട്ടുമൃഗങ്ങളാലുള്ളതായിരിക്കുന്ന ഒരു നാശം, അതായത് വൈൽഡ് ബീസ്റ്റ് ഓഫ് ദി എർത്ത്. സോ വേർഡ്, ഫാമിൻ, പെസ്റ്റിലൻസ് ആൻഡ് ദ വൈൽഡ് ബീസ്റ്റ് ഓഫ് ദി എർത്ത്. ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. നൗ very quickly we will go to the fifth seal. In the next slide we are going to see the fifth seal, and when it was opened, what is going to happen. Okay, that is verses Revelation chapter 6, verses 9 to 11. 9 to 11. Let's read. When he opened the fifth seal, I saw under the altar the souls of those who had been slain because of the word of God and the testimony they had maintained. They called out in a loud voice, how long, sovereign Lord, holy and true, until you judge the inhabitants of the earth and avenge our blood? Then each of them was given a white robe, and they were told to wait a little longer until the number of their fellow servants and brothers who were to be killed as they have been was completed. Yeah.
അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധരും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. Okay. Now, when the fifth seal was broken, we see an entirely different vision of John. യോഹന്നാന് ഈ ഒരു 5-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ വായിക്കുന്നത് വ്യത്യസ്തം, ഇത്രയും നേരം നമ്മൾ കണ്ടതുപോലെയല്ല, തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് താൻ അവിടെ ദർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. So when first seal was broken, there was a white horse. When the second seal was broken, there was a red horse. And when third seal was broken, there was a black horse. When fourth seal was broken, there was an ashen pale horse or yellowish color horse. And we already discussed that those different colors, and horses represents always the war, death, famine and the pestilence. But when the fifth seal was broken, John saw, particularly it is written, the souls of those who had been slain for the word of God and for their testimony under the altar. അത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബൈബിളുകളിൽ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, വേഴ്സ് 9, ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ ഇവിടെ കാണുന്നു, യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. The souls of those who had been slain for the word of God and for their testimony under the altar. And also it is written that those people died for their faith and also because their testimony that they maintained. അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായിട്ടും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ, അതായത് എന്താണ്, ദൈവത്തിന്റെ വചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യ നിമിത്തം എന്നാണ് അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നത്. So when we study about this verse 9, it is believed that during the time of great tribulation, many people will believe in gospel of Jesus Christ because they will realize Antichrist is not the expected Messiah. Rather, Jesus was the Messiah whom they rejected. This is one of the important points that we need to understand. ഒരു ഗ്രേറ്റ് ട്രിബുലേഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മഹോപദ്രവം നടക്കുമ്പോൾ, ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ, അന്നേരമാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇസ്രയേൽ, പീപ്പിൾ ഓഫ് ഇസ്രയേൽ, അവർ ചിന്തിക്കുന്നത്, നമ്മൾ ഇതുവരെയും എക്സ്പെക്ട് ചെയ്തതായിരിക്കുന്ന ഒരു മശിഹ അല്ലല്ലോ ഇത് ആന്റിക്രൈസ്റ്റ് ആണ് എന്ന് ആ സമയത്തായിരിക്കും അവർ റിയലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. Then what happens? Antichrist will start to persecute them and many will become martyrs. ഒരു വലിയ കൂട്ടം ആളുകൾ അന്ന് രക്തസാക്ഷികളാകും എന്നുള്ളത് സത്യമായിരിക്കുന്ന കാര്യമാണ്. അതാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. And let's see why it is particularly mentioned here that the souls of those martyrs will be under the altar. എന്തുകൊണ്ടാണ് പ്രത്യേകമായിട്ടും 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു എന്ന് എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്? Why it is particularly mentioned there? I saw the souls of those martyrs will be under the altar. Actually to understand this point, we have to go back to the Old Testament picture of the sacrificial ritual of the temple. We are not going to read those verses, okay? Because we already know those things, okay? Leviticus chapter 4 verse 7, verse 18, verse 25, verse 30. ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ല, എന്നാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞങ്ങ് വിടാം. Okay, so we will have to go back to the Old Testament picture of sacrificial rituals of the temple. Okay, usually we know when the Old Testament the priest when they present an animal sacrifice, the victim's blood was poured out at the base of the brazen altar. ആ യാഗപീഠത്തിന്മേൽ അത് ഒഴിക്കേണ്ടതായിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. Okay, but if you go to Leviticus chapter 17 verse 11, we will have to read that verse. Leviticus chapter 17 verse 11, in the Old Testament imagery,
we know that the blood always represents life. Blood always represents life. Let's read that. For the life of the creature is in the blood, and I have given it to you to make atonement for yourselves on the altar. It is the blood that makes atonement for one's life. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. So if you go to the Old Testament imagery, we know that blood represents always the life. Okay, blood എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജീവനെ കാണിക്കാൻ വേണ്ടിയാണ് ബ്ലഡ് എന്ന് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. For if we go to the historical or the theological aspect of the Old Testament, we need to know that for a Jew, ഒരു ഇസ്രയേലിനെ അല്ലെങ്കിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം most of the most sacred part of any sacrifice was the blood. Okay, the most sacred part of any sacrifice was the blood. The blood was regarded as being the life, and the life belonged to God. ഒരു വ്യക്തിയുടെ രക്തം അല്ലെങ്കിൽ ആനിമലിന്റെ രക്തം എന്ന് പറയുന്നത് ജീവന് തുല്യമാണെന്നും ആ ജീവൻ ദൈവത്തിന് സ്വന്തമാണെന്നും അവർ പ്രഖ്യാപിക്കുന്നതാണ് ആ സാക്രിഫൈസിലൂടെ അവിടെ നടക്കുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് there were special regulation for the offering of the blood. Like, after the sacrifice, the rest of the blood of the animal should be poured out at the base of the altar as a burnt offering. So they are not supposed to, to waste the blood after the animal sacrifice, because it was a regular practice that they have to do. It was a regulation for the offering of the blood, because they have to, pour out the remaining blood at the altar as a burnt offering. Burnt offering ആയിട്ട് ആ രക്തം എന്ത് ചെയ്യണം? ആ യാഗപീഠത്തിൽ ഒഴിക്കേണ്ടതായിരുന്നു. So here in Revelation, the souls of the martyrs under the altar, അതായത് യാഗപീഠത്തിന്റെ കീഴിലാണ് ഇവിടെ കാണുന്നതായിരിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ആത്മാക്കളെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ that indicates that their lives will be given sacrificially to the glory of God. ദൈവത്തിന്റെ നാമത്തിനും മഹത്വത്തിനും വേണ്ടി ആ സമയത്തും അവരെന്ത് ചെയ്യും? അവരുടെ ജീവൻ ബലിയർപ്പിക്കും. അതായത് അവരുടെ ജീവൻ രക്തസാക്ഷികളായിട്ട് കൊടുക്കേണ്ടതായിരിക്കുന്ന ഒരു ആവശ്യം വരും എന്ന്. So we understand that during the Great Tribulation also there will be many people, by understanding that, okay, this Antichrist is not Christ. So we were expecting Messiah, or we were expecting Jesus Christ, but we were not able to receive or accept Jesus. So this is our time to accept Jesus. Then they will accept Jesus. But at the same time, when they accept Jesus and reject the Antichrist, what is going to happen? Antichrist will start to persecute them. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? അവിടെയുള്ള ആൾക്കാരെ, വിശ്വാസത്തിലൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഈ ആന്റിക്രൈസ്റ്റ് പെർസിക്യൂട്ട് ചെയ്യുകയും അവരിൽ പലരെയും കൊല്ലുകയും ചെയ്യും. അവരെ അങ്ങനെ എന്ത് ചെയ്യും? മാർട്ടിയേഴ്സായിട്ട് മാറാനും സാധ്യതയുണ്ട്, രക്തസാക്ഷികളായിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി fifth seal. Okay. Now, the other day, somebody was asking me about Matthew chapter 24, verses 32 and 33, and also its relevance to the present situation of Israel. Okay. So, I would like to address this question a little bit elaborately. Then we will go to the study of sixth seal. From ആറാമത്തെ മുദ്ര പൊട്ടിക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇടയ്ക്ക് ഒരാളെന്നോട് ചോദിച്ചു, മാത്യു ചാപ്റ്റർ 24 വേഴ്സസ് 32 and 33 ആ വാക്യം വായിക്കുന്ന ഉടനെ അതിൻ്റെ റിലവൻസ് എന്താണ്, അല്ലെങ്കിൽ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് ഇസ്രയേലിൻ്റെ ഇന്നത്തെ അവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വാക്യത്തെ നമുക്ക് കാണാനായി സാധിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. സോ ഐ വുഡ് ലൈക്ക് ടു അഡ്രസ് ദാറ്റ് ക്വസ്റ്റ്യൻ. Then we will go to the sixth seal. So let us read those verses. Matthew chapter 24, verses 32 and 33. So in between ആരെങ്കിലുമൊക്കെ എന്നോട് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്താൽ അതൊക്കെ ഞാൻ മാക്സിമം ഇതിനകത്ത് തന്നെ ഈ സ്റ്റഡിയുടെ ഇടയ്ക്ക് തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്, ഓരോ പോർഷൻ വരുമ്പോൾ അവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ
ഈ ക്വസ്റ്റ്യൻ എടുക്കാനായിട്ട് ആഗ്രഹിച്ചത്. ഓക്കെ, സോ ലെറ്റ് us read that portion. Matthew 24 verses 32 and 33. Now learn this lesson from the fig tree. As soon as its twigs get tender and its leaves come out, you know that summer is near. Even so, when you see all these things, you know that it is near, right at the door. അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുവിൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. Okay, then Jesus says, learn the parable from the fig tree, and when its branch has already become tender and puts forth its leaves, you know that summer is near. Okay, so that is the verse. Okay, so now to answer this question, we will have to go through some of the Bible history of Israel and also the secular history of Israel. Okay, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നമുക്കൊന്ന് ആഴമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബൈബിളിൽ ഈ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ ഉണ്ട്, ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഒരു സെക്യുലർ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ ഉണ്ട്. ഇത് രണ്ടും നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എങ്ങനെയാണ് റിലവൻസ് ഈ വാക്യങ്ങളുമായിട്ട്, എങ്ങനെയാണ് ഇസ്രായേലിന് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ റിലവൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. But before we look into this verse, we need to know few things very importantly. Like as New Testament believers, what are the eschatological significances of nation of Israel for us today? Okay, this is one of the important thing and important question that we need to answer, because we are the believers. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാണ്, വിശ്വാസികളാണെന്ന് പറയുന്നു. Okay, so let us understand as believers what are the eschatological significances of nation of Israel for us today. നമുക്ക് ഈ ഇസ്രയേൽ എന്ന് പറയുന്ന നേഷൻ്റെ ഒരു എസ്കറ്റോളജിക്കൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ അന്ത്യശാസ്ത്രപരമായിരിക്കുന്ന ഒരു പ്രാധാന്യത, പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് മീ റിമൈൻഡ് യു വൺ തിങ്. വി ഡു നോട്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് ദ പ്രസന്റ് പൊളിറ്റിക്കൽ strategies of Israel. Okay, we know there are many political strategies of Israel that which is visible for everyone these days, but we don't have any connection with the present political strategies of Israel, but we get a lot of lessons from the nation of Israel. ഇസ്രയേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി ലെസൺസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊരു ഹിസ്റ്റോറിയാണ് കേട്ടോ. അതുകൊണ്ട് അത്ര ബൈബിളുപരമായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്നു. പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് വാക്യങ്ങൾ വായിക്കാതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി, നമുക്ക് മുമ്പോട്ട് പോകാം. സോ വി ആർ ഗെറ്റിംഗ് a lot of lessons from the nation of Israel. I personally believe the Lord has placed the nation of Israel before us with a specific purpose. ഒരു പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞ നേഷനെ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പുതിയ നിയമവിശ്വാസികളാണെന്ന് വിചാരിച്ചിട്ട് നമുക്കിതൊന്നും അറിയാതിരിക്കരുത്. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, സോ വി നീഡ് ടു നോ ബേസിക്കലി the nation of Israel is having a unique place in biblical revelation and redemptive history. അപ്പോൾ ഒരു ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ there is a history of redemption, അല്ലെ? ഒരു വീണ്ടെടുപ്പിൻ്റെ ഹിസ്റ്ററി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടെടുപ്പിൻ്റെ ഹിസ്റ്ററി ബൈബിളിൽ കാണുകയും ഒരു ബിബ്ലിക്കൽ റെവലേഷൻ കാണുകയും ചെയ്യുമ്പോൾ അതൊരു യുണീക്കായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണണമെങ്കിൽ അതിനോട് കണക്ഷൻ എങ്ങനെയാണ് ഇസ്രയേലിനുള്ളത്? Okay, basically we need to understand the nation of Israel is having a unique place in biblical revelation and redemptive history, because the people of Israel or the Jewish people are the first group of people that received the revelation from God. Okay, that we know very clearly, it is written. Okay, so the people of Israel is a group of people who received the laws from God, the covenant from God, and all the revelations were given to the Jewish people first of all. Then comes to the Gentile people. So the redemption actually came, or Jesus himself came. നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തത്തിലേക്ക് വന്നു, എന്ത് ചെയ്തു? സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല, അല്ലെ? ജീസസ് came to his own people, but his own people did not receive him, or they rejected him. Okay, so അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. റിഡംപ്റ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ആൻഡ് ഓൾസോ
right from the call of Abraham to the prophetic visions of the last days, Israel is being not only as a historical nation, but also as a theological sign through which God reveals his purposes. So from the call of Abraham till the prophetic vision, God is revealing his purposes on everyone, especially on Israel, because Israel is being not only the historical nation, but also as a theological sign through which God is revealing his purposes. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ സാധ്യമാക്കാൻ വേണ്ടി ദൈവം ഒരു ഹിസ്റ്റോറിക്കൽ നേഷനായിട്ട് മാത്രമല്ല, ഒരു വേദശാസ്ത്രപരമായിരിക്കുന്ന സൈനായിട്ട് പോലും അതിനെ ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു തിയോളജിക്കൽ സൈൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വേദശാസ്ത്രപരമായിരിക്കുന്ന ഒരു അടയാളമായിട്ട് ഇസ്രയേലിനെ പലപ്പോഴും ബൈബിളിൽ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ലെറ്റ് us understand in this way, nation of Israel has been a channel of divine revelation. The reason is, they are the people, first of all, they received the divine revelation from God. They received the law from the Lord. Then only we are getting our New Testament and all those apostles or the pastors or all these things. But at the same time, that is happening after Jesus Christ, after the birth of Jesus Christ. But before the birth of Jesus Christ, we understand, the people of Israel has been a channel of divine revelation. Through them, the divine revelation was impacted to the people. And also, they are the means through which the Messiah would come. അവരിൽ കൂടെയാണ് മശിഹ വരേണ്ടത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. So let us understand, they are the means through which the Messiah would come. So the history of Israel is always standing as a visible demonstration of God's justice and God's faithfulness in fulfilling the promises. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കാനായിട്ടും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജസ്റ്റിസിനെ കുറിച്ചും ഫെയ്ത്ത്ഫുൾനെസ്സിനെ കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചും ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഈ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുകയാണ്. അവരുടെ ഹിസ്റ്ററി മുഴുവൻ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വെൻ ഇസ്രയേൽ ഒബെയ്ഡ്, ദേ എക്സ്പീരിയൻസ്ഡ് പ്രോസ്പെറിറ്റി, റൈറ്റ്? ആൻഡ് ഓൾസോ ദേ എക്സ്പീരിയൻസ് ദ സെക്യൂരിറ്റി ഇൻ ദ ലാൻഡ്. ഏത് സമയത്താണ് നമുക്കറിയാം, പഴയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഇസ്രയേൽ ജനം എപ്പോഴൊക്കെ ദൈവത്തെ അനുസരിച്ചിട്ടുണ്ടോ അവർക്ക് എന്തോ ലഭിച്ചു? പ്രോസ്പെരിറ്റി ഉണ്ടായിട്ടുണ്ട്, സെക്യൂരിറ്റി ഉണ്ടായിട്ടുണ്ട് ഇൻ ദ ലാൻഡ്. So when they obey God, the people of Israel, they experienced the prosperity and security. But at the same time, when they disobeyed God, അവർ ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ when they turned to idolatry, വിഗ്രഹാരാധനയിലേക്ക് അവർ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് വിഗ്രഹാരാധനയിലേക്ക് അവർ തിരിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? The Lord sent them to captivity or exile. അല്ലേ? അവരെന്ത് ചെയ്തു? ക്യാപ്റ്റിവിറ്റിയിലേക്ക്, ഒരു അടിമത്വത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങൾ വന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കുന്ന, അടിമകളാക്കി കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ ബുക്ക് ഓഫ് എക്സോഡസ് തൊട്ടും കൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ട്. Then what happened? The nation was scattered all over the world. ഈ ലോകത്തിലെമ്പാടും ഈ നാഷൻ ഓഫ് ഇസ്രയേൽ എന്ത് ചെയ്തു? സ്കാറ്റേർഡ് ആയി, പരന്നുപോയി, അല്ലെങ്കിൽ അവർ ചിതറപ്പെട്ടു പോയെന്നാണ് വായിക്കുന്നത്. ചിതറപ്പെട്ടു പോയി. Okay? And also we need to understand, many of the scholars and many of the preachers have described about Israel as a timepiece or a prophetic clock എന്നാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടൈം പീസ് പോലെ, നമുക്ക് ടൈം പീസ് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ? അല്ലെങ്കിൽ ഒരു പ്രൊഫറ്റിക് ക്ലോക്കാണ് ഇസ്രയേൽ എന്നാണ് പറയുന്നത്. എല്ലാ പ്രീച്ചേഴ്സും സ്കോളേഴ്സൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നറിയാമോ? ടൈം പീസ്, പീപ്പിൾ ഓഫ് ഇസ്രയേൽ ഓർ ദ നേഷൻ ഓഫ് ഇസ്രയേൽ ഇസ് എ ടൈം പീസ്, or the nation of Israel is a prophetic clock. ഒരു ക്ലോക്ക് ആയിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ആ ഘടികാരത്തിൽ നോക്കിയിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ഇന്ന് പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവരുടെ ഹിസ്റ്ററി നോക്കിയിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്നത്. Why it is written like that? Time piece or prophetic clock. That means the developments concerning Israel is often connected with the key moments in God's redemptive timeline. അപ്പോൾ ഈ ദൈവം ചെയ്തതായിരിക്കുന്ന ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു ടൈം ലൈൻ ഉണ്ട്. ആ ടൈം ലൈൻ ആരംഭിക്കുന്നത് ഇസ്രയേൽ തൊട്ടാണ്. ആ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി അവിടെ ആരംഭിക്കുമ്പോൾ
എന്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് അവിടെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യഹൂദന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അതെല്ലാം നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ആൻഡ് we need to know one more thing. One of the strongest reasons that Israel is pictured as a timepiece is the prophetic promise of restoration ആണ്. അതായത് ഈ ചില വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത്ര വർഷം നിങ്ങൾ അടിമകളായിട്ട് പോകും, ഇത്ര വർഷം കഴിയുമ്പോൾ നിങ്ങളെ മടക്കി കൊണ്ടുവരും, ഒരു റെസ്റ്റോറേഷൻ ഉണ്ടാകും. അതൊക്കെ ഒരു പ്രൊഫറ്റിക്കൽ പ്രോമിസ് ആയിട്ടാണ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ടൈം പീസാണ്. അതായത് അവരെ വെച്ചിരിക്കുകയാണ്, ക്ലോക്ക് പോലെ വെച്ചിരിക്കുകയാണ്. എന്താണ്, ഇന്ന സമയങ്ങളിൽ ഇന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ഭൂമി മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവനും കണക്റ്റഡ് ആകാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത്. So that is one of the strongest reason that Israel is pictured as a timepiece, as a prophetical promise of the restoration. Because let us understand in this way, the Old Testament scriptures very clearly speaks about the regathering, and also there will be a spiritual awakening among the people of Israel. അല്ലേ? അപ്പോൾ ഇസ്രയേലിൻ്റെ മധ്യത്തിൽ ഒരു റീഗാദറിംഗ് ഉണ്ടാകും. അവരെല്ലാം തിരിച്ചു കൂടി വന്ന് ഇസ്രയേലിൽ വരുമെന്നും അതുപോലെ സ്പിരിച്വൽ അവൈക്കനിങ് അവിടെ മധ്യത്തിൽ ഉണ്ടാകുമെന്നൊക്കെ ഉള്ളതായിരിക്കുന്ന പ്രവചനങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ദൈവത്തിൻ്റെ വാനത്തിൽ കാണാൻ സാധിക്കും. And also the scripture clearly presents Israel as a significant indicator of God's ongoing work in the world. ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും ഒരു സിഗ്നിഫിക്കൻ്റ് ഇൻഡിക്കേറ്ററായിട്ട് ഒരു വിരൽ ചൂണ്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് ഇസ്രായേലിൽ ദൈവം വെച്ചിരിക്കുകയാണ്. സിഗ്നിഫിക്കൻ്റ് ഇൻഡിക്കേറ്ററാണ്. കാരണം അവരെ നോക്കിയിട്ടാണ് പല കാര്യങ്ങളും ഇന്ന് പലരും തീരുമാനിക്കുന്നത്. പല ലോകരാഷ്ട്രങ്ങൾ വരെയും അവരെ നോക്കിക്കൊണ്ടാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മാത്രമല്ല, the people of Israel, the nation of Israel is a dispensational importance ഉണ്ട് അവർക്ക്. ഒരു ഡിസ്പെൻസേഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? The involvement of Israel in each dispensation, including the future events that comes after the second coming of Jesus Christ. അപ്പം ഡിസ്പെൻസേഷൻസ് ഉണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. യുഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. Different dispensations. Mainly, importantly, sometimes I teach about 7 dispensations. Okay, there are people teaching about 10 dispensations or something like that, or some of them are saying 3 dispensations. But basically, I teach about 7 dispensations. So when we study about the history of Israel, we understand there is a dispensational importance in the nation of Israel. Because the involvement of Israel in each dispensation, എല്ലാ ഡിസ്പെൻസേഷനിലും ഈ ഇസ്രയേൽ എന്ന് പറയുന്ന നേഷൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻക്ലൂഡിങ് ദ ഫ്യൂച്ചർ ഈവൻസും കൂടെയുണ്ട്. അതായത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യത്തിലും ഈ ഇസ്രയേൽ ജനം ഇടപെടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവരും ഇൻവോൾവ് ആണ്. അവരെയും കൂടെ ചേർത്തുകൊണ്ടാണ് നമുക്ക് അത് കാണാൻ സാധിക്കുന്നത്. നോട്ട് ഓൺലി ദാറ്റ്, ദ ഫൈനൽ പോയിന്റ് ഈസ് warning for holy life and preparing for the return of Jesus Christ. When we see the group of people, when we see the nation of Israel, we are learning and we are getting many warning for our holy life. നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത എന്താണ്? അല്ലെങ്കിൽ what is the importance of living or leading a holy life that we are getting from as a lesson from the nation of Israel, and also why or how we are supposed to be prepared for the return of Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നമ്മൾ എങ്ങനെ ഒരുങ്ങണം, എന്തുകൊണ്ട് ഒരുങ്ങണം എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഈ നേഷൻ ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കലും അത് മറക്കാനൊക്കത്തില്ല. നമുക്ക് അങ്ങനെ ലഭിക്കുന്ന ലെസൺസ് നാം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതും ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. Now, keeping these things in our mind, let us come back to the Bible verse which was the base of that question. അല്ലേ, നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞ വാക്യമായ ഏതാ? മാത്യു ചാപ്റ്റർ 24 verses 32 and 33. നമ്മളത് വായിച്ചു. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ നേഷൻ ഓഫ് ഇസ്രയേൽ ഇൻ ദ ബൈബിൾ. ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെക്കുറിച്ച് ബൈബിളിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഓക്കെ, വി ഓൾറെഡി റെഡ് ദാറ്റ് വേഴ്സ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു റീഡ് ദാറ്റ് in English now. The verse is going like this: learn the parable from the fig tree, and when its branch has already become tender
and puts forth its leaves, you know that summer is near. This is the verse. Okay, so Jesus is mentioning about a fig tree. ഒരു അത്തിമരത്തോട് ഉപമിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളൊന്നും വേസ്റ്റ് അല്ല. What all the things that Jesus was teaching the disciples or the multitude, we understand it was valuable. So when Jesus was mentioning about fig tree, when he was speaking to the people in Matthew chapter 24 verses 32 and 33, we need to understand majority of the Christian scholars believe the fig tree which is mentioned here is the nation of Israel. ഇവിടെ അത്തിമരം അല്ലെങ്കിൽ അത്തിവൃക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രയേലിനെ കുറിച്ചാണ് എന്നുള്ളതാണ് മെജോറിറ്റി ഓഫ് ദ ക്രിസ്ത്യൻ സ്കോളേഴ്സും വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെയാണെന്ന് താനും ഒരു സംശയമില്ല. ഓക്കെ, ദ നേഷൻ ഓഫ് ഇസ്രയേലിനെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പലപ്പോഴും ഒരു ഫിഗ് ട്രീയോട് ഉപമിച്ചതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തിമരത്തോട് ഉപമിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റിൽ ദർ ആർ സം അതർ ഒപ്പീനിയൻസ് ഓൾസോ. ഓക്കെ, മറ്റ് രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന ആളുകളും ഇന്ന് ലോകത്തിലുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് പോലുമുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകണ്ട. പക്ഷെ നമുക്കിത് വിശ്വസിക്കാം. എനിവേസ്, ഇൻ ദ ബൈബിൾ ഇസ്രയേൽ ഈസ് ഓഫ്റ്റൻ പിക്ചേർഡ് ആസ് 3 different trees or plants. ഏതെല്ലാം വിധത്തിലാണ് ഇസ്രയേലിനെ ബൈബിളിനകത്ത് 3 വൃക്ഷങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 3 സസ്യങ്ങളായിട്ട് വൃക്ഷങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ആ വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, ഓൺലി ഫ്യൂ വേഴ്സസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us read Hosea chapter 9 verse 10. Then in the second point we are going to read John chapter 15 verses 1 and 2, and in the third point we are going to read only Jeremiah chapter 11 verse 16. Okay, first of all let us read Hosea chapter 9 verse 10. When I found Israel, it was like finding grapes in the desert. When I saw your fathers, it was like seeing the earthly fruit on the fig tree. But when they came to Baal Peor, they consecrated themselves to that shameful idol. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി. അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ഓക്കെ, അത്തിവൃക്ഷം, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. എങ്ങനെ കണ്ടു? ഒരു അത്തിവൃക്ഷത്തിന്റെ തലക്കനി പോലെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സോ ദ പീപ്പിൾ ഓഫ് ഇസ്രയേൽ ഓർ ദ ഫോർഫാദേഴ്സ് ഓഫ് ഇസ്രയേൽ is pictured here as a fig tree. Hosea, the prophet Hosea parayana. Okay, again in Luke chapter 13 verses 6 to 10 and Luke chapter 21 verses 29 through 31, ഈ വാക്യങ്ങളൊക്കെ ഫിഗ് ട്രീ ആയിട്ടാണ് കാണുന്നത്. അതെന്തിനെ കാണിക്കുന്നു? ദ പൊളിറ്റിക്കൽ റെലം ഓഫ് ഇസ്രയേൽ, ഇസ്രയേലിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഫിഗ് ട്രീ എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇസ്രയേലിനെ ഫിഗ് ട്രീ ആയിട്ട് എവിടെ കാണിക്കുന്നുണ്ടോ അത് വ്യക്തമായിട്ടും പറയുന്നുണ്ട് പൊളിറ്റിക്കൽ റിലം ഓഫ് ഇസ്രയേലാണ്. ഇസ്രയേലിൻ്റെ പൊളിറ്റിക്കൽ അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇൻ ജോൺ ചാപ്റ്റർ 15 വേഴ്സസ് 1 and 2. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളിൽ ദ വൈനിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. വായിക്കാം. I am the true vine, and my Father is the gardener. He cuts off every branch in me that bears no fruit, while every branch that does bear fruit he prunes, so that it will be even more fruitful. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. Okay, this verse is very familiar to every one of us. We know that the vine, അല്ലെ, മുന്തിരി അല്ലെങ്കിൽ മുന്തിരിവള്ളിയെ കുറിച്ച് അവിടെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ ദ സ്പിരിച്വൽ റെലം ഓഫ് ഇസ്രായേൽ ആണ്. ഓക്കെ, ദ സ്പിരിച്വൽ റെലം ഇസ്രായേലിന്റെ ആത്മീക അവസ്ഥയെക്കുറിച്ച് കാണിക്കാനാണ് ബൈബിളിലെ വൈനിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ മുന്തിരിവള്ളിയെ കുറിച്ച് പറയുന്നത്. കാരണം we know that the spirituality of people of Israel in different times, in different dispensations, it varies. അല്ലെ, ഓരോരോ സമയത്തും വ്യത്യാസമായിരിക്കുന്ന ഒരു അനുഭവങ്ങളാണ് ആത്മീകത്തിൽ ഇസ്രായേലിന് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. The spiritual realm of Israel means, spirituality is one of the important thing that we need to understand, which needs the growth and the fruitfulness. അല്ലെ, ഒത്തിരി ഫലഭൂഷ്ടമാകേണ്ടതായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ വൈനെ കുറിച്ച് ഇവിടെ പറയുന്നതെങ്കിൽ ഫലം ഉണ്ടാകേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അതിനെ ചെത്തി വെടിപ്പാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കണം, മുന്തിരിവള്ളി വസിക്കുന്ന പോലെ വസിക്കണം എന്നൊക്കെ പറഞ്ഞതിന്റെ റീസൺ എന്താണ്? വി ആർ സപ്പോസ് ടു ബി ഫ്രൂട്ട്ഫുൾ ഫോർ ദ ലോർഡ്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ God is or Jesus is connecting, or Jesus
comparing the wine with the people of Israel, that talks about the spirituality of the people of Israel. And the third one is the olive tree. We are going to read Jeremiah chapter 11 verse 16. Jeremiah chapter 11 verse 16. The Lord called you a thriving olive tree with fruit beautiful in form, but with the roar of a mighty storm, he'll set it on fire and its branches will be broken. മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷമെന്ന് യഹോവ നിനക്ക് പേര് വിളിച്ചിരിക്കുന്നു. Okay, so that is the third one, the olive tree. ഒരു ഒലിവ് വൃക്ഷത്തോടെ ഉപമിച്ചുകൊണ്ട് പറയുന്നതാണ്. ഒരു വാക്യം മാത്രമല്ല, സാം നമ്പർ 128 വേഴ്സസ് 1 to 3ലും റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 17ലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ദ ഒലിവ് ട്രീ എന്ന് പറയുന്നത് ബ്യൂട്ടി ഓഫ് ഇസ്രയേലാണ്. അതായത് ഇസ്രയേലിൻ്റെ ആ മനോഹാരിതയെ കാണിക്കാൻ വേണ്ടിയാണ് ഒലിവ് ട്രീ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഈവൻ ഇൻ റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 17 ഓൾസോ ഇറ്റ് ഈസ് വെരി പെർട്ടിക്കുലർലി റിട്ടൺ അബൌട്ട് the olive tree. Okay, so you can read it maybe later. Okay, the beauty of Israel, the olive tree. What is the speciality of the olive tree? Okay, so God has selected Israel as an olive tree. At the same time, they lost their beauty, they lost their essence. Okay, so that is what we understand. So in the next slide we are going to see actually now we will have to know the history of nation of Israel in order to understand why Israel is compared with the fig tree in various Old Testament and New Testament books of the Bible. Very quickly, let us look into the origin, growth, destruction of Jerusalem temple, and dispersion of the people, and regathering, and the purpose of God about the nation of Israel in future. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെരി ക്വിക്ക്ലി എത്രത്തോളം നമുക്ക് നോക്കാനൊക്കെ അത്രത്തോളം നോക്കാം. ബാക്കി അടുത്ത ക്ലാസ് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എന്താണ് വെരി ക്വിക്ക്ലി വി വിൽ ഗോ ടു ദി നെക്സ്റ്റ് പോയിന്റ്. ലൈക്ക് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി ഒറിജിൻ ആൻഡ് ദ ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം ടെമ്പിൾ ആൻഡ് the scattering or dispersion of the people, and also the regathering, and also the purpose of God about the nation of Israel in future. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പോവുകയാണ്. ദ ജെറുസലേം ടെമ്പിൾ. ജെറുസലേം ടെമ്പിളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദ ടെമ്പിൾ വിച്ച് വാസ് ബിൽറ്റ് ബൈ സോളമൻ ദ ഗ്രേറ്റ്, which is written in 1 Kings chapter 5 and 6, chapters 5 and 6. We don't have time to read those chapters, but we know the history. Okay, the temple which was built by Solomon the Great was destroyed by Nebuchadnezzar in BC 586. അപ്പം സോളമൻ ദ ഗ്രേറ്റ് നിർമ്മിച്ചതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആ ടെമ്പിൾ എന്ത് ചെയ്തു? നെബുക്കദ്നേസർ ആ സ്ഥലം പിടിച്ചടക്കിയപ്പോൾ BC 586 ആ ആലയം നശിപ്പിക്കപ്പെട്ടു. ബട്ട് സെരുബാബേൽ ഹി റീബിൽഡ് ദ ടെമ്പിൾ. ഓക്കെ, എന്നാൽ സെരുബാബേൽ എന്ത് ചെയ്തു? ആ ടെമ്പിളിനെ പുതുക്കി പണിതു. പിന്നെന്താ സംഭവിച്ചത്? ഹെറോദ് ദ റോമൻ കിങ് മോഡിഫൈഡ് ആൻഡ് ഡെക്കറേറ്റഡ് ദ ടെമ്പിൾ വെരി ബ്യൂട്ടിഫുള്ളി വിത്ത് പ്രഷ്യസ് പേൾസ് ആൻഡ് മാർബിൾസ്. ഓക്കെ, അപ്പം അത്ര മനസ്സിലാക്കുക. ഒന്ന്, സോളമൻ ദ ഗ്രേറ്റ് നിർമ്മിച്ചതായിരിക്കുന്ന പണി കഴിപ്പിച്ചതായിരിക്കുന്ന ആലയം അത് നെബുക്കദ്നേസർ നശിപ്പിച്ചു. എന്നാൽ അതേസമയം സെരുബാബേൽ അതിനെ റീബിൽഡ് ചെയ്തു. ദെൻ അതിനുശേഷം എന്ത് സംഭവിച്ചു? ഹെറോദ് ദ റോമൻ കിങ് മോഡിഫൈ ചെയ്തു. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? മോഡിഫൈ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് എങ്ങനെയാക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളായിട്ട് മാറ്റി. എന്തുകൊണ്ടാണ്? പ്രഷ്യസ് പേൾസ് കൊണ്ട്, വളരെ വിലപിടിപ്പുള്ള മുത്തുകൾ കൊണ്ടും മാർബിൾ കൊണ്ടൊക്കെ പിടിപ്പിച്ചിട്ട് വളരെ മനോഹരമായിരിക്കുന്ന ഒരു ടെമ്പിള് താൻ പണിതു എന്നാണ് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. Okay, now in Matthew chapter 24 verses 1 and 2, once the disciples were talking to Jesus about this beautiful temple, Jesus is giving a reply. Jesus is giving a reply in that particular verses, Matthew chapter 24 verses 1 and 2. Yeah. Jesus left the temple and was walking away when his disciples came up to him to call his attention to its building. Do you see all these things? He asked. I tell you the truth, not one stone here will be left on another. Every one will be thrown down. Okay.
യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഹെരോദാവ് പണിതതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ടെമ്പിൾ കാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനോട് തന്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇത് കാണുന്നില്ല, എത്ര മനോഹരമായിരിക്കുന്നു. ഉടനെ യേശുക്രിസ്തു പറഞ്ഞ മറുപടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ട്രൂലി ഐ ടെൽ യു, നോട്ട് വൺ സ്റ്റോൺ ഹിയർ വിൽ ബി ലെഫ്റ്റ് ഓൺ അനദർ, എവ്രി വൺ വിൽ ബി ത്രോൺ ഡൗൺ. അല്ലെ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ത് ചെയ്യും? ഈ ആലയം നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ. അതായത് അവർക്ക് അന്നേരം മനസ്സിലായില്ലെങ്കിലും ആമേൻ യേശുക്രിസ്തു പറഞ്ഞത് ആ ടെമ്പിൾ എന്ത് ചെയ്യും? ഇതെല്ലാം തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് അവരോട് പറഞ്ഞത്. And also in Matthew chapter 23, verses 37 and 38. Yeah, 37 and 38. O Jerusalem, Jerusalem, who kill the prophets and stones those sent to you, how often have I longed to gather your children together as a hen gathers her chicks under her wings, but you were not willing. Look, your house is left to desolate. Look, your house is left. Yeah. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. See, Jesus was prophesying about the destruction of Jerusalem city and the temple. Okay, the word house in verse 38, 38ാമത്തെ വാക്യത്തിനകത്ത് ഉണ്ട് ഹൗസ് എന്ന് കാണുന്നുണ്ട്. അല്ലേ? എന്താണ് അവിടെ? നിങ്ങളുടെ ഭവനം. യെസ്, ഭവനം ശൂന്യമായി തീരും. ഓക്കെ, ദ വേർഡ് ഹൗസ് ഇൻ വേഴ്സ് 38 ഈസ് ദ ഹൗസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഭവനമാണ്. നിങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭവനമാണ്. ആക്ച്വലി ഇസ്രായേൽ മക്കൾക്ക് അറിയാം, അല്ലെങ്കിൽ യഹൂദന്മാർക്ക് അറിയാം, ഇത് പറയുമ്പോൾ ദ ജെറുസലേം ടെമ്പിൾ ആണ്. അതായത് യെരുശലേം ടെമ്പിളിനെ കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഈസ് മെൻഷൻഡ് ഇൻ വേഴ്സ് 37. 37ാമത്തെ വാക്യത്തിനകത്ത് അതിൻ്റെ റീസണും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? 37-ലെ പല പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു? പല പ്രാവശ്യം ഒന്ന് വായിച്ച് 37. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ. മതി. അപ്പോൾ പല പ്രാവശ്യം അവരുടെ ഇടയിലേക്ക് അയച്ചതായിരിക്കുന്ന പ്രവാചകന്മാരെയും നേതാക്കന്മാരെയും അവരെന്ത് ചെയ്തു? കല്ലെറിഞ്ഞു കൊല്ലുകയൊക്കെ ചെയ്തതുകൊണ്ട് ആമേൻ ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്നാണ് അവിടെ പ്രവചിച്ചത്. ദിസ് ജെറുസലേം ടെമ്പിൾ ഈസ് ഗോയിങ് ടു ബി ഡിസ്ട്രോയ്ഡ്. And also in Matthew chapter 24 verse 3, we are reading again that while Jesus was sitting on the Mount of Olives, disciples were asking, what will be the signs of your coming and of the end of the age? എന്താ അവിടെ വായിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനും അല്ലെങ്കിൽ ഈ യുഗത്തിന്റെ അവസാനത്തിനും അല്ലെങ്കിൽ ലോകാവസാനം, ഈ ലോകാവസാനം എന്നോട് പറയുന്നതിന്റെ അർത്ഥം യുഗത്തിന്റെ അവസാനം, ഓക്കെ, എൻഡ് ഓഫ് ദി ഏജ് എന്നാണ് ഈ യുഗത്തിന്റെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ അവസാനം എന്നതിന്റെ അർത്ഥമാകുന്നത്. അതിൻ്റെയൊക്കെ അടയാളം എന്താണെന്നാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം അതേ സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അടയാളം? And also in chapter 24, Matthew chapter 24 verses 4 to 44, അത്രയും വാക്യം നമ്മൾ പഠിക്കുമ്പോൾ we see the answer of that question given by Jesus. Okay, he spoke many things regarding his second appearance in this portion, but we are taking only verses 32 and 33 to clarify your question about what is the relevance of Matthew chapter 24 verses 32 and 33 with the present situation ഓഫ് ഇസ്രയേൽ. ഒത്തിരി കാര്യങ്ങൾ ആ ചാപ്റ്റർ 24 പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന് ആൻസർ മാത്രം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ദ റിലവൻസ് ഓഫ് ദീസ് വേഴ്സസ് വിത്ത് ദ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് ഇസ്രയേൽ? ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ് വി ആർ ഗോയിങ് ടു സീ ദ ഫുൾഫിൽമെന്റ് ഓഫ് പ്രൊഫസി. ഓക്കെ, എത്രയും നമുക്ക് തീർക്കാമോ അത്രയും നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിക്കാം. ദ ഫുൾഫിൽമെന്റ് ഓഫ് പ്രൊഫസി. Okay, so as Jesus prophesied about the destruction of Jerusalem in around AD 30, അപ്പോൾ around AD 30-ലാണ് യേശുക്രിസ്തു ഈ യെരുസലേം ടെമ്പിള്
അല്ലെങ്കിൽ യെരുശലേമിനെ നശിപ്പിക്കപ്പെടുമെന്നുള്ളതായിരിക്കുന്ന ഒരു പ്രൊഫസി നടത്തുന്നത്. നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങൾ. ഓക്കെ, യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്താണ് ആ പ്രവൃത്തി ചെയ്യുന്നത്, യേശുക്രിസ്തു ചെയ്യുന്നത്, പ്രവചിക്കുന്നത്. ബട്ട് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ജീസസ് ഇൻ AD 70 ദ പ്രൊഫസി വാസ് ഫുൾഫിൽഡ്. ഇതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ AD 70 എന്ത് സംഭവിച്ചു? യേശുക്രിസ്തു അന്ന് ചെയ്തിരുന്ന ആ പ്രൊഫസി ഫുൾഫില്ലായി. ആൻഡ് ദ ടെമ്പിൾ വാസ് ഡിസ്ട്രോയ്ഡ് ബൈ റോമൻ എംപയർ. റോമൻസിനാൽ അല്ലെങ്കിൽ റോമൻ എംപയറിനാൽ ആ ടെമ്പിള് മുഴുവനായിട്ട് നശിപ്പിക്കേണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ദിസ് റെക്കോർഡ് ഈസ് history is recorded in the historical book of Josephus, the famous ancient writer. Okay, so that is the history. Again, the Jews had to leave their own land and were scattered to different parts of the world in AD 135. Okay, AD 135 എന്ത് ചെയ്തു? ഈ യഹൂദന്മാർ സ്വന്തം നാട് വിട്ട്, യെരുശലേം വിട്ടിട്ട് അനേക സ്ഥലങ്ങളിലേക്ക് അവർ സ്കാറ്റേർഡായി, അല്ലെങ്കിൽ അവർ പരന്നു പോകേണ്ടതായിട്ട് വന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Okay, and they became the persecuted people or the scattered people. So let us see how they were persecuted and scattered. Okay, we know Jews were very skilled people. Okay, and even today also we know that Jews are very skilled people, and they are wise people, and they are hard working, and even their technology is really appreciated today. Okay, അവരുടെ ടെക്നോളജിയാണ് ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി എന്ന് അറിയപ്പെടുന്നത്. ബട്ട് ദേ ഹാഡ് ടു ഫേസ് മെനി പെർസിക്യൂഷൻസ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ബിക്കോസ് ഓഫ് മെനി റീസൺസ്. അവർ പല കാരണങ്ങൾ കൊണ്ടും പല രാജ്യങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന പെർസിക്യൂഷനിലൂടെ കടന്നുപോയ ഒരു കൂട്ടം ആളുകളായിരുന്നു യഹൂദന്മാരെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, the Romans tortured them because they were worshipping one God, അല്ലെങ്കിൽ മോണോത്തിസം ആയിരുന്നത് കൊണ്ട്, ഏകദൈവ വിശ്വാസികളായിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? പിന്നെ റോമൻസ് എന്ത് ചെയ്തു? അവരെ പീഡിപ്പിച്ചു. ഓക്കെ, ക്രിസ്ത്യൻ കൺട്രീസ് വെർ ടോർച്ചറിങ് ദം ബൈ സേയിങ് യു ക്രൂസിഫൈഡ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പം ക്രിസ്ത്യൻ കൺട്രീസ് അവരെ ടോർച്ചർ ചെയ്തതിൻ്റെ റീസൺ എന്താണ്? നീ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ എന്ത് ചെയ്തു? നിങ്ങൾ ക്രൂശിച്ചു, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് യഹൂദന്മാരെ അവർ പീഡിപ്പിച്ചു. Okay, then Islamic nations were torturing them by saying you rejected Prophet Isa. ഞങ്ങളുടെ ഈശാ നബിയെ നിങ്ങൾ എന്ത് ചെയ്തു? ക്രൂസിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഈശാ നബിയെ നിങ്ങൾ സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ യഹൂദന്മാരെ നിങ്ങൾ എന്ത് ചെയ്തില്ല? ഞങ്ങളുടെ ഈശാ നബിയെ അല്ലെങ്കിൽ പ്രൊഫറ്റ് ഈസായെ നിങ്ങൾ സ്വീകരിച്ചില്ല, നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ഇസ്ലാമിക് നേഷൻസ് എല്ലാം എന്ത് ചെയ്തു? യഹൂദന്മാരെ പീഡിപ്പിച്ചു. Okay? And they said you rejected the laws of prophet Musa also. മോശയുടെ നിയമങ്ങളെ നിങ്ങൾ, അല്ലെങ്കിൽ മോശയുടെ നിയമങ്ങളെ നിങ്ങൾ റിജക്റ്റ് ചെയ്തു, അതുകൊണ്ട് നിങ്ങളെ പീഡിപ്പിക്കുന്നു പറഞ്ഞ് ഇസ്ലാമിക് നേഷൻസ് എല്ലാം എന്ത് ചെയ്തു? അവരെ പീഡിപ്പിച്ചു. അതുമാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ഓൾസോ ടോർച്ചേർഡ് ദം ബൈ സേയിങ് യു ബിലീവ് ഇൻ ഗോഡ്. കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്തു? ഈ യഹൂദന്മാരെ പീഡിപ്പിക്കാൻ തുടങ്ങി. കാരണം എന്താണ്? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പീഡിപ്പിക്കാൻ പോവുകയാണ്. ഈവൻ വി നോ ദേ കെയിം ടു ഇന്ത്യ ഓൾസോ. വെൻ ദേ വർ സ്കാറ്റേർഡ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്, ഡിഫറെൻറ്റ് കൺട്രീസ്, ദേ കെയിം ടു ഇന്ത്യ ഓൾസോ ആസ് റെഫ്യൂജീസ് ഫ്രം ഇസ്രയേൽ. Okay, especially in Kerala. Okay, still there is a synagogue in Cochin. Maybe I think a few years ago we got a chance to visit the synagogue in the Jewish street of Cochin. I think there are only few Jewish families in India now. Most of them went back to Israel in different times, but they were so safe in India. Nobody troubled them in those days in India. So that is very interesting thing to understand, that when the Jewish people came to India, especially in Kerala, there was nobody torturing them, there was nobody to persecute them. They were, Indian people were very kind to the people of Israel, or the Jewish people, and they were so eagerly waiting to receive these people. So that was one of the interesting things that we have to understand. Anyway, we should know one thing, that the people of Israel, or the Jewish people, they had to be dispersed to different places, or scattered to different places in those days. So we don't have enough time to continue the studies, so we are going to stop our studies here with this point, and the remaining portions we will be
discussing in the next class, and let us also believe, or let us also think about how these people were connected to the New Testament church today. So we will be studying about those things in the next class. Let us wind up our class this time with these portions, and let us understand everything that God has a purpose about the people of Israel. God has a special purpose about the nation of Israel. At the same time, God has placed the nation of Israel in front of us. For our lessons, that we are getting many lessons and many warnings about our future life and our holy life, how to lead the holy life and all those things, that we will be continuing the studies in the next class. May the Lord bless you all through these portions, and let us continue the classes in the next class if God's coming is tarrying. So let us all submit ourselves in the mighty hand of God and pray for everyone, those who've been attending and joining in this Bible study this evening time. Let us bring everyone the